ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കേരളത്തിൻ്റെ സമീപകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മോഷണ ശ്രമമായിരുന്നു നമ്മുടെ കണ്ണൂർ വളപട്ടണത്ത് KP അഷറഫിൻ്റെ വീട്ടിൽ നടന്ന മോഷണ ശ്രമം. ഏകദേശം 1 കോടി രൂപയും അതുപോലെ തന്നെ 300 പവനുമാണ് അവിടെ നിന്ന് കളവ് പോയത്. എന്നാൽ ഇപ്പോൾ സന്തോഷകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. പ്രതിയായ അയൽവാസിയായ ലിജീഷ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും തൊണ്ടി മുതലായ ഏകദേശം 1,20,00,000 രൂപയും അതുപോലെ തന്നെ 300 പവനും ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഞാൻ നിങ്ങൾക്കുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് നമ്മുടെ പോലീസിന് കിട്ടിയ CCTV ദൃശ്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും വിഷ്വൽസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ടീഷർട്ട് ധരിച്ച അതുപോലെ തന്നെ മുഖംമൂടി ധരിച്ച ഒരു ആളാണ് ആ കവർച്ച നടത്തുന്നത് എന്ന് തീർച്ചയായിട്ടും CCTV ദൃശ്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ ടീഷർട്ട് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. ഈ ടീഷർട്ട് സ്ഥിരമായി ഈ കളവ് നടത്തിയ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തി ഉപയോഗിച്ചിരുന്ന ഒരു ടീഷർട്ടാണ്. ആ ടീഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ സമീപവാസികളെല്ലാം തന്നെ അദ്ദേഹത്തെ പല ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടൗണിലും മറ്റും അദ്ദേഹത്തെ കാണുകയുണ്ടായി. ഈ അയൽവാസികളായ ആൾക്കാരെയും അതുപോലെ തന്നെ നാട്ടുകാരെയും കാണിച്ചതിന് ശേഷം പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു. അവൾ ഏകദേശം പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും അദ്ദേഹത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ കളവ് നടത്തിയത് എന്ന് പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പോലീസ് അദ്ദേഹത്തിൻ്റെ കോൾ ട്രേസ് ചെയ്യുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീഷർട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യവും വെച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ സുപ്രധാനമായ ഒരു വിവരം വന്നിരിക്കുകയാണ്. പ്രതിയെ പോലീസ് പിടിച്ചിരിക്കുന്നു. ആ പ്രതി എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ മോഷണം നടത്താൻ വേണ്ടി വളരെ പ്രിപ്പയർഡായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു ബിൽഡറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തിന് ഈ മോഷണ ശ്രമത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹം വളരെ തന്ത്രപരമായി ആ വീടിൻ്റെ വേക്കുവശത്തുള്ള ജനൽ വെൽഡിംഗ് ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം അകത്ത് കയറി മോഷ്ടിക്കുന്നത്. എന്നാൽ ഏതൊരു കേസിലും ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടാവുമെന്ന് പറയുന്നത് പോലെ അദ്ദേഹം മോഷണം നടത്തി സാധനങ്ങളെല്ലാം കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉളി അവിടെ വെച്ച് മറന്നു പോവുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം രണ്ടാമത്തെ ദിവസവും ആ ഉളി എടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ രണ്ടാമത്തെ ദിവസവും എത്തുന്നത്. അപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അതിൽ നിന്നാണ് ഏകദേശം രൂപസാദൃശ്യമായ ഈ വീഡിയോ അവർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് ഈ കേസ് വളരെ സുപ്രധാനമായ ഒരു തെളിവായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്വന്തം കട്ടിലിൻ്റെ അടിയിൽ ഒരു അറ ഈ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ കേശുമെല്ലാം സൂക്ഷിക്കാൻ വളരെ മുമ്പേ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്നു. അതിലാണ് ഈ തുണ്ടി മുതൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം അദ്ദേഹം തന്നെ കുറ്റം സമ്മതിക്കുകയും അതുപോലെ തന്നെ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് സ്വന്തം വീട്ടിലാണ് എന്നും അദ്ദേഹം പറയുകയാണ്. ഏകദേശം ഈ അഷറഫിൻ്റെ വീടും ഈ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടും തമ്മിൽ ഏകദേശം ഒരു മതിലിൻ്റെ മാത്രം അകൽച്ച മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത വ്യക്തികളാണ്. അതാണ് അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് സാധിച്ചത്. തീർച്ചയായിട്ടും KP അഷറഫിൻ്റെ വീടിനെ പറ്റി ഏകദേശം നല്ല ഒരു വിവരമുള്ള ഒരാൾക്ക് മാത്രമേ അവിടെ കയറി മോഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്ന രീതിയിലാണ് പോലീസ് ആദ്യം തന്നെ അന്വേഷണം നടത്തിയിരുന്നത്. കാരണം അദ്ദേഹം ലോക്കർ തകർക്കാതെ അദ്ദേഹത്തിൻ്റെ ലോക്കറിൻ്റെ പൂട്ട് മറ്റൊരു അലമാരിയിൽ വെച്ച് പൂട്ടി. ആ അലമാരിയുടെ പൂട്ട് മറ്റൊരു റൂമിലായിരുന്നു അദ്ദേഹം വെച്ചത്. ഇതെല്ലാം വളരെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്രയും കണ്ണിങ്ങായിട്ട് ഈ മോഷണ ശ്രമം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് ആദ്യമേ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ വളരെ വലിയ ഒരു വിജയം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. വളരെയധികം വിമർശനങ്ങൾ കേരള പോലീസ് നേടിക്കൊടുത്ത ഒരു കേസായിരുന്നു ഇത്. 10 ദിവസമായിട്ടും ഒരു തുമ്പും ലഭിക്കാത്തതിൻ്റെ പേരിൽ വളരെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള പോലീസിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നിരിക്കുന്നു. ഒരു പൊൻതൂവൽ എന്ന് വേണേൽ പറയാം. കേരള സർക്കാരിനും കേരള പോലീസിനും ഒരു ബിഗ് സല്യൂട്ട്. രണ്ടുപേർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണിത്. നമ്മുടെ കേരള പോലീസിൻ്റെ കഴിവ് ഇന്ന് ലോകം വാഴ്ത്തപ്പെടുന്ന ഒരു കഴിവായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കും അതുപോലെ തന്നെ നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ള ഒരു ധൈര്യം കേരള പോലീസിൻ്റെ ഈ പ്രവൃത്തി കാരണം നമ്മുടെ എല്ലാവർക്കും വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും ഇത് കേരള പോലീസിൻ്റെ ഒരു പൊൻതൂവലായി മാറട്ടെ. തീർച്ചയായും ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിലും വരാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട്. പൊന്നും അതുപോലെ തന്നെ കേശുമെല്ലാം വീട്ടുകളിൽ സംരക്ഷിക്കുന്നതിന് പകരം നമുക്ക് ബാങ്കുകളിൽ ലോക്കറിൽ സൂക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ ഇപ്പോൾ ബാങ്കുകൾ അതിന് ഈടാക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അതൊരു സൗകര്യമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്
തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.